നമ്മുടെ മലയാള സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ കൂടിയപ്പോൾ അത് എത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നു ദൈവകണ്ഠന് തോന്നുന്നുണ്ട് ഇപ്പോൾ? തീർച്ചയായിട്ടും. ആദ്യം എനിക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോട് ഞാൻ ആദ്യം പൃഥ്വിയുടെ അടുത്ത് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പൃഥ്വി പറഞ്ഞു, അല്ല എനിക്ക് ഇത് ഇങ്ങനെ തന്നെ വേണം, ഇതേ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കണ്ടംപററി ഇപ്പോൾ കേൾക്കുന്ന തമിഴ്, തെലുങ്ക് അല്ലെങ്കിൽ മലയാള പടങ്ങളിൽ സ്ഥിരം ഇങ്ങനത്തെ സീൻസ് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ആൾക്കാർക്ക് കേട്ട് ശീലമുള്ളത്. അത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പുറത്ത് പോയി ഷൂട്ട് ചെയ്തതെല്ലാം തിരിച്ച് അതിലേക്ക് അങ്ങ് വരും. അപ്പം നമ്മൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്ത ഓരോ ഏരിയാസ്, ഇപ്പം എന്താ പറയുക, US ആണെങ്കിൽ അല്ലെങ്കിൽ ഇറാഖ് ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പം ആ സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹോളിവുഡ് പടത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ ചെയ്യണം, എന്നാലേ ഞാൻ ഷൂട്ട് ചെയ്തതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ് ആദ്യം എനിക്കിങ്ങനെ സംശയിച്ചു. ഞാൻ അയ്യോ പൃഥ്വി അത് എന്ന് പറയുമ്പോൾ പറയാം, എന്നെ വിശ്വസിക്കൂ, പുള്ളിയുടെ സ്ഥിരം സംഭവമായിരുന്നു. ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് പറയും എനിക്ക് വിശ്വാസമില്ല, ഇല്ല വിശ്വസിച്ചേ പറ്റൂ, നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് വേണ്ടുന്നത്. അതായത് സേഫ് അല്ല ഇത്. ഒരു പക്ഷേ ചിലപ്പം ഇത് കണ്ട് ശീലമില്ലാത്ത ആൾക്കാർ മറ്റേത് പ്രതീക്ഷിക്കുക, എന്തൊരു സംഭവം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പം ആദ്യം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അത് നിങ്ങൾ എനിക്ക് വിട്ടുതരൂ. ഇത് ആൾക്കാർ കുറച്ച് കണ്ടു കഴിഞ്ഞ് പിന്നെ അവർക്ക് ആ മൊത്തം വാച്ചിങ് എക്സ്പീരിയൻസ് മനസ്സിലാവുമ്പം അവർ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ദീപകിന് അപ്പം മനസ്സിലാവുമെന്ന് പറഞ്ഞു.